ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരു ശരീരത്തെ നാലാമത്തെ ഭാഗം ദൈവം അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ശരീരം എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ വരും. ആ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്തായിരുന്നു ആ ശുശ്രൂഷ? അത് കഴിഞ്ഞോ? യഹോവയുടെ വരുന്നതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞ ആ നാലാമത്തെ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ വരവ് ഒരു ശരീരത്തിൽ വന്നെങ്കിൽ അതിവിടെ വന്നു കഴിഞ്ഞോ? അതോ വരുവാനിരിക്കുകയാണോ? ഇനിയും അതിവിടെ നിവർത്തിക്കേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ വചനപ്രകാരം നടക്കാനുണ്ട്? സഭയുടെ കാലം കഴിഞ്ഞു. മണവാട്ടിയെ തിരഞ്ഞെടുക്കുന്ന സമയമായോ? മണവാട്ടി തിരഞ്ഞെടുക്കപ്പെട്ടോ? സഭയുടെ കാലം കഴിയുന്നതിന് മുൻപ് മണവാട്ടിയെ വിളിക്കണ്ടേ? മണവാട്ടി തിരഞ്ഞെടുക്കണ്ടേ? കർത്താവിനെ പോലെ തന്നെ രൂപാന്തരപ്പെടണ്ടേ? അതേ സ്വരൂപമാകൊണ്ട് അവനോട് സദൃശന്മാരാകണ്ടേ? ഇവിടെ ഒരു വാക്യം കൂടെ വായിക്കുകയാണ്. ഇനി കാലമുണ്ടാവുകയില്ല. ഏഴാമത്തെ സഭയുടെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തപോലെ നിവൃത്തിയാകും. അപ്പോൾ കാലമില്ലാത്തൊരു കാലം വരാൻ പോകുന്നതിന് മുൻപ് ദൈവം ലോകത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ അവൻ വിളിച്ചു. അതിനുശേഷം അവനെ വാഗ്ദത്ത നാട്ടിലേക്ക് അവർ നടത്തി. അതൊരു ഭൗതിക വാഗ്ദത്തമായ ദേശമാണ്. അത് അവരുടെ ഒന്നാമത്തെ പുറപ്പാടായിരുന്നു. രണ്ടാമത്തെ പുറപ്പാടും കഴിഞ്ഞു. നമ്മളിപ്പോൾ മൂന്നാമത്തെ പുറപ്പാടിലാണ് എന്ന് ആത്മീയമായി സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ആ സമയത്തിലാണ്. തുടർന്നുള്ള വീഡിയോ ചെയ്യാൻ അനുവദിച്ചാൽ ആ കാര്യങ്ങളെ നമുക്ക് കാണാൻ ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.